Very good morning to all. So ഇന്നത്തെ സെഷനിൽ നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കാണാൻ പോകുന്നത്. The topic is related to file handling in C. Let's move on to the classes. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ഫങ്ഷൻസും ബാക്കി കാര്യങ്ങളുമെല്ലാം കൺസോൾ ഓറിയന്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിരുന്നു. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സ്കാൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് ഒരു ഡേറ്റ എടുക്കുന്നതാണെങ്കിലും ഇൻപുട്ട് എടുക്കുകയാണെങ്കിലും പ്രിന്റ് ഓഫ് യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യുകയാണെങ്കിലും ഈവൻ അതിന് അനലോഗസ് ആയിട്ടുള്ള ഗെറ്റ്സ് പുട്സ് ഗെറ്റ് ചാർ പുട്ട് ചാർ എന്നീ ഫങ്ഷൻസ് എല്ലാം നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് എല്ലാം കൺസോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട്സ് ആണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. കൺസോൾ ഇൻ ദ സെൻസ് നമ്മുടെ ഔട്ട്പുട്ട് വിൻഡോയിൽ നിന്നും ഇൻപുട്ട് എടുക്കുന്നു ആൻഡ് ഔട്ട്പുട്ട് വിൻഡോയിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നു. അതായത് ഇൻപുട്ട് വിൽ ബി ടേക്കൺ ഡയറക്ട്ലി ഫ്രം കീബോർഡ് ത്രൂ ദി വിൻഡോ ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി ഡിസ്പ്ലേഡ് ടു ദി സ്ക്രീൻ. സോ ദോസ് ആർ കൺവെൻഷണൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. കൺസോൾ ഓറിയന്റഡ് IO ഫങ്ഷൻസ് സാധാരണ രീതിയിൽ ടെർമിനൽ വിൻഡോ ആണ് ടാർഗറ്റ് പ്ലേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ടെർമിനൽ എന്ന് വെച്ചാൽ ഇൻപുട്ട് എടുക്കുന്നത് ഫ്രം കീബോർഡ് ആൻഡ് ഔട്ട്പുട്ട് ഡിസ്പ്ലേഡ് ത്രൂ മോണിറ്റർ. ഈ കൺസോൾ ഓറിയന്റഡ് ഫങ്ഷൻസ് യൂസ് ചെയ്ത് നമ്മൾ ഡേറ്റ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ വളരെ ചെറിയ എമൗണ്ട് ഓഫ് ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബട്ട് ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. എന്താണ് കാര്യം എന്നുള്ളത് പറയാം. എക്സാമ്പിൾ ആയിട്ട് ഇഫ് യു ആർ ഗോയിങ് ടു സോർട്ട് 100 നമ്പേഴ്സ്, അപ്പോൾ നമ്മൾ സോർട്ടിങ്ങിൻ്റെ ഒരു പ്രോഗ്രാം എഴുതും. നമ്മളൊരു അറയിൽ നമ്പേഴ്സ് സ്കാൻ ചെയ്തെടുക്കും അല്ലേ, എന്നിട്ട് അത് പ്രോഗ്രാം ഏതെങ്കിലും ഒരു ബബിൾ സോർട്ടോ അല്ലെങ്കിൽ സെലക്ഷൻ സോർട്ടോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സോർട്ടിംഗ് അൽഗോരിതം വെച്ചിട്ട് സോർട്ട് ചെയ്യും. സോ അതൊരു ചെറിയ എമൗണ്ട് ഓഫ് ഡേറ്റ ആണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഡേറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സ്റ്റോർ ചെയ്യുന്നത് ഈസ് നോർമലി ഇൻ വോളറ്റൈൽ മെമ്മറി ലൈക്ക് റാം. അതായത് റാമിലോ അങ്ങനെയുള്ള വോളറ്റൈൽ മെമ്മറിയിലാണ് ഡേറ്റ സാധാരണ രീതിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് ഒത്തിരി വലിയ ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. രണ്ട്, ഈ ഡേറ്റ നമ്മൾ എത്ര നേരം നമുക്ക് കണ്ടെയ്ൻ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളത് വിൽ ഓൾസോ ബി എഫക്റ്റഡ് ഇഫ് യു ആർ സ്റ്റോറിംഗ് ദീസ് ഡേറ്റ ഇൻ വോളറ്റൈൽ മെമ്മറീസ്. സോ ദീസ് ആർ ദി പ്രോബ്ലംസ് ഫേസ്ഡ് വൈൽ യൂസിങ് കൺവെൻഷണൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഹാൻഡിൽ ചെയ്യുന്ന ഡേറ്റയുടെ വോളിയം ഒത്തിരി വലുതാവുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, it will become cumbersome and time consuming to handle large volumes through terminals. അതായത് ഒത്തിരി വലിയ ഡേറ്റ നമുക്ക് ടെർമിനൽ വിൻഡോ വഴി ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്, അത് ടെർമിനൽ വിൻഡോയിൽ കൂടെ ഡയറക്റ്റ് ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് ആ ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതും ചില സമയം വളരെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 100 നമ്പേഴ്സ് സോർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ വർക്ക് ഫൈൻ. പക്ഷേ 1 കോടി നമ്പേഴ്സ് സോർട്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി വെരി ഡിഫിക്കൽട്ട്. ബിക്കോസ് ഇമാജിൻ 1 കോടി നമ്പേഴ്സ് നിങ്ങൾ മെനക്കെട്ടിരുന്ന് ടെർമിനൽ വിൻഡോ വഴി ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂമൻലി നോട്ട് പോസിബിൾ അല്ലേ. മാത്രമല്ല, സെക്കൻഡ് തിങ് ഈസ് ദി എൻറ്റയർ ഡേറ്റ ഈസ് ലോസ്റ്റ് വെൻ ദി പ്രോഗ്രാം ഈസ് ടെർമിനേറ്റഡ് ഓർ ദി കമ്പ്യൂട്ടർ ഈസ് ടേൺഡ് ഓഫ്. ഒരു സാധാരണ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പ്രോഗ്രാംസിലെല്ലാം ഒരു ഡേറ്റയുടെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഡേറ്റയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ആ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുന്നത് വരെ ആയിരിക്കും. അതിൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോഗ്രാം റൺ ചെയ്ത് വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും ആൻഡ് ദി ലൈഫ് വിൽ ബി ടെർമിനേറ്റഡ് വെൻ ദി പ്രോഗ്രാം ഈസ് ടെർമിനേറ്റഡ്. ഇനി വാട്ട് ഇഫ് ദി കമ്പ്യൂട്ടർ ഈസ് അബ്രപ്റ്റ്ലി ടേൺഡ് ഓഫ്? അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന കൺവെൻഷണൽ കൺസോൾ IO ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് എടുക്കുന്ന ഡേറ്റ അറ്റ് ടൈമിൽ ഒറ്റയടിക്ക് തന്നെ ലോസ് ആയി പോകും. സോ അത് ലോസ് ആയി പോകാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നമ്മൾ സാധാരണ രീതിയിൽ ഇതുപോലെ കൺസോൾ ഓറിയന്റഡ് IO ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് ഡേറ്റ എടുക്കുകയോ ഡേറ്റ ഡിസ്പ്ലേയോ ചെയ്യുമ്പോൾ ആ ഡേറ്റ ടെമ്പററി ആയിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഈതർ ഇൻ ക്യാഷ് ഓർ ഇൻ രജിസ്റ്റർ ഓർ ഇൻ volatile memories like RAM. All these are primary memory units. Primary memory units in the പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
long-term data storage is not supported by these memory units. അതുകൊണ്ട് തന്നെ if you are handling large volume of data, it is always better to handle those data by using secondary memory units such as hard disk, pen drive, etc. So അതുകൊണ്ട് തന്നെ ഈ ഇഷ്യൂസ് ഇപ്പോൾ ഈ പറയുന്ന രണ്ട് ഇഷ്യൂസും നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് we have to go for more flexible approach where data has to be stored permanently. എങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാം. ഈ സിനാറിയോയിലാണ് ഫയൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പിക്ചറിൽ വരുന്നത്. Let's see what a file is. File എന്ന് പറയുന്നത് is a place on the disk where a group of related data is stored. നമ്മുടെ കൺസോൾ ഓറിയന്റഡ് ഫംഗ്ഷൻസിൽ ഡേറ്റ സ്റ്റോർ ആകുന്നത് മോസ്റ്റ്ലി വിൽ ബി ഇൻ വോളറ്റൈൽ മെമ്മറീസ്, പ്രൈമറി മെമ്മറി യൂണിറ്റ്സ്, അതായത് രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യാം, ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർഡ് ആവാം, റാമിൽ സ്റ്റോർ ആവാം. പക്ഷെ ഇതിൻ്റെ എല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ പവർ പോവുകയോ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ഡേറ്റ ഈസ് ലോസ്റ്റ്. വെറാസ് if you are using a secondary memory, then long-term data storage is possible. So file is a place on disk where a group of related data is stored. A disk means a permanently available or permanent setup for storing the data. C supports a number of functions that have the ability to perform basic file operations. അതായത് C language ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫയൽ ഓപ്പറേഷൻസ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് ഓൾറെഡി കമ്പൈലറിൽ ഉണ്ട്. സോ ദോസ് ബേസിക് ഫങ്ഷൻസ് ഇൻക്ലൂഡ് ക്രിയേറ്റിംഗ്, നെയിമിംഗ് ആൻഡ് ഓപ്പണിംഗ് ഓഫ് എ ഫയൽ. സെക്കൻഡ് വൺ ഈസ് റീഡിംഗ് ഡാറ്റ ഫ്രം ഫയൽ ആൻഡ് റൈറ്റിംഗ് ഡാറ്റ ടു ദ ഫയൽ. നെക്സ്റ്റ് വൺ ഈസ് ക്ലോസിംഗ് ദ ഫയൽ. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫയൽ ഓപ്പറേഷൻസ്. ഏറ്റവും ഒരു ഫയലിൽ ഓപ്പറേഷൻസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ആ ഫയൽ അവിടെ ഉണ്ടായിരിക്കണം. സോ ക്രിയേറ്റിംഗ് ആൻഡ് നെയിമിംഗ് കംസ് ഫസ്റ്റ്, ദെൻ ഇൻ ഓർഡർ ടു പെർഫോം സം ഓപ്പറേഷൻ വി നീഡ് ടു ഓപ്പൺ ദാറ്റ് പർട്ടിക്കുലർ ഫയൽ. നിങ്ങളൊരു ടെക്സ്റ്റ് ഡോക്യുമെന്റോ അല്ലെങ്കിൽ വേർഡ് ഡോക്യുമെന്റിന്റെയോ കാര്യം ചിന്തിച്ചാൽ മതി. ഒരു വേർഡ് ഡോക്യുമെന്റിൽ എന്തെങ്കിലും ഒരു സാധനം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ വി നീഡ് ടു നെയിം ഇറ്റ്. നമ്മൾ നെയിം ചെയ്തില്ലെന്നുണ്ടെങ്കിലും ബൈ ഡിഫോൾട്ടായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ അത് അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്തൊരു ഡിഫോൾട്ട് നെയിം കൊടുക്കും പല കേസസിലും. പക്ഷേ ഇൻ കേസ് ഓഫ് സി, ഇഫ് യു ആർ ക്രിയേറ്റിംഗ് എ ഫയൽ, യു മസ്റ്റ് പ്രൊവൈഡ് ഇറ്റ് വിത്ത് എ നെയിം. ദെൻ ആഫ്റ്റർ നെയിമിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് ആൻഡ് നെയിമിംഗ് യു ഹാവ് ടു ഓപ്പൺ ദ ഫയൽ. ഒരിക്കൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഈസ് റൈറ്റിംഗ് സം ഡേറ്റ ടു ദ ഫയൽ, ദെൻ റീഡിംഗ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫയലാണെങ്കിൽ റീഡിംഗ് ഡേറ്റ ഫ്രം ദ ഫയൽ. ഇനി ഡേറ്റ ഓപ്പറേഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ വി വിൽ ക്ലോസ് ദ ഫയൽ സോ ദാറ്റ് ദ ഡേറ്റ വിച്ച് ഈസ് ദെയർ ഇൻ ദ ഫയൽ വിൽ നോട്ട് ബി ടാമ്പേർഡ് വിത്ത്. അതായത് ഒരു ഫയൽ നമ്മളൊരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി ഓപ്പൺ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ ഫയലിനെ ഓപ്പൺ ചെയ്ത് അങ്ങനെ കളഞ്ഞിട്ട് പോകത്തില്ല. അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിയുകയാണെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് നമ്മൾ ഫയൽ ക്ലോസ് ചെയ്തിരിക്കണം. എക്സാമ്പിൾ ഫയലിൻ്റെതല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ നിന്ന് ഒരു 2000 രൂപ തന്നു വിട്ടു. കോളേജിലേക്ക് വരാനായിട്ടാണ്, വഴിയിലുള്ള ചിലവിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് ആദ്യം പേഴ്സ് എടുക്കുന്നു. പേഴ്സ് തുറന്ന് 50 100 എടുത്തിട്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം പേഴ്സ് മടക്കി പോക്കറ്റിൽ വയ്ക്കും. സോ ദിസ് ക്യാൻ ബി എന്താണ് സെഡ് ആസ് എൻ അനലോഗസ് ഫങ്ഷൻ ടു ദാറ്റ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ ഫയൽ. പേഴ്സ് തുറന്നു, ആവശ്യത്തിനുള്ള പൈസ എടുത്തു, പേഴ്സ് തിരിച്ചടച്ചു വെച്ചു. നിങ്ങളല്ലാതെ പേഴ്സ് തുറന്ന് അവിടെ ബസ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കളഞ്ഞിട്ട് പോകാറില്ല. വൈ? ബിക്കോസ് യു ഡോണ്ട് വാണ്ട് തിങ്സ് വിച്ച് ആർ ദെയർ ഇൻ യുവർ പേഴ്സ് ടു ബി ടാമ്പേർഡ് വിത്ത്. അത് പർപ്പസ്ഫുള്ളി ആണെങ്കിലും നോട്ട് അൺപർപ്പസ്ഫുൾ ആണൊക്കെ, അതായത് മനഃപൂർവ്വമാണെങ്കിലും മനഃപൂർവ്വമല്ലാതെയുമുള്ള ടാമ്പറിങ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് കഴിഞ്ഞത് ആവശ്യം കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ചെയ്യുന്നത്. സെയിം തിങ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എ ഫയൽ ടു. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വേസിലാണ് നമുക്ക് ഫയൽസിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലോ ലെവൽ IO ഓപ്പറേഷൻസ്, സെക്കൻഡ് വൺ ഈസ് ഹൈ ലെവൽ IO ഓപ്പറേഷൻസ്.
ലോ ലെവൽ IO ഓപ്പറേഷൻസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് യുണിക്സ് സിസ്റ്റം കോൾസ് ഉണ്ട്, കമാൻഡ് ലൈൻ ഫങ്ഷൻസ് ഉണ്ട്. യുണിക്സ് സിസ്റ്റം കോൾസ് എന്ന് പറയുന്നത് പഴയ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിൻഡോയിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന സിസ്റ്റം കോൾസ് ആണ്. അത് നമ്മൾ വേറൊന്നുമല്ല, കുറേ സിസ്റ്റം ഫങ്ഷൻസ് ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് ആയിരിക്കും. ആ സിസ്റ്റം ഫങ്ഷൻസ് നമ്മൾ കോൾ ചെയ്തുകൊണ്ട് ഓരോ ഫയൽ പ്രോസസ്സസ് നടത്തും. കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കമാൻഡ് ലൈൻ ഫങ്ഷൻസ് ആയിരിക്കും. നിങ്ങൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റിൽ വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ CD ഡോട്ട് MKDIR CHDIR അങ്ങനെ കുറേ ഫങ്ഷൻസും ഓപ്പറേഷൻസും പഠിച്ചിട്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടോ കണ്ടിട്ടോ ഉണ്ടാകും. സോ അത് ദോസ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആർ കോൾഡ് ആസ് ലോ ലെവൽ IO ഓപ്പറേഷൻസ്. വേറാസ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഹ്യൂമൻലി റീഡബിൾ ആയിട്ടും കോർഡിനേറ്റഡ് ആയിട്ടുമുള്ള ഓപ്പറേഷൻസിന് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഹൈ ലെവൽ IO ഓപ്പറേഷൻസ്. അതിൽ ഹൈ ലെവൽ IO ഓപ്പറേഷൻസ് ആണ് C പ്രോഗ്രാമിങ്ങിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. See, these are the basic file handling functions in C. fopen and fclose, getc, putc, fprintf, fscanf, getw, putw, fseek, ftell, rewind. ഇത്രയും ഫങ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഈ നമ്മുടെ ഫയൽ ഹാൻഡ്ലിംഗ് ഇൻ C എന്ന് പറയുന്നതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത്രയും ഫങ്ഷൻസ് മാത്രമല്ല, ഒത്തിരി പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. വേറെയും പല ഫങ്ഷൻസും അവൈലബിൾ, പക്ഷേ എല്ലാം ഏകദേശം ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഫങ്ഷൻസ് മാത്രമാണ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സിംപ്ലി ഡു ഓൾ ടൈപ്പ് ഓഫ് ബേസിക് ഓപ്പറേഷൻസ് ഇൻ എ C യൂസിങ് എ C പ്രോഗ്രാം ഇൻ എ ഫയൽ. ഒരു ഫയല് നമ്മൾ ഫയൽ ഫങ്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഫങ്ഷൻസിലേക്ക് പോകാം. സോ ബിഫോർ സ്റ്റോറിങ് ദ ഡേറ്റ ഇൻ ടു എ സെക്കൻഡറി സ്റ്റോറേജ് വി നീഡ് ടു സ്പെസിഫൈ സം ഫോളോയിങ് തിങ്സ്. അതായത് ഡേറ്റ ഒരു സെക്കൻഡറി സ്റ്റോറേജിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രൈമറി സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യുന്നത് പോലെ അല്ലാതെ കുറച്ച് അഡീഷണൽ സാധനങ്ങൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിൽ എന്തൊക്കെയാണെന്നുള്ളതാണ്. First one is the file name, next is the data structure, next is the purpose, then the very first task in file handling. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടി വരും. നമ്മൾ കൺസോൾ IO ഓപ്പറേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഈ തലവേദന ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു അറേ അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, സിംപ്ലി ആ വേരിയബിളിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, ഔട്ട്പുട്ട് ചെയ്യുന്നു. പക്ഷേ ഡേറ്റ ഒരു സെക്കൻഡറി സ്റ്റോറേജിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബിഫോർ പ്രോസസ്സിംഗ് ഈ 4 കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ഏത് ഫയലിലോട്ടാണോ സേവ് ചെയ്യുന്നത് ആ ഫയലിനൊരു പേരുണ്ടാവണം. അത് ഏത് ടൈപ്പ് ഓഫ് ഫയൽ ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ഡേറ്റ സ്ട്രക്ചർ. അതായത് ഒരു ടെക്സ്റ്റ് ഫയലാണോ, അതൊരു ബൈനറി ഫയലാണോ, അതൊരു ലിങ്ക് ലിസ്റ്റ് ആണോ, അല്ലെങ്കിൽ സ്റ്റാക്ക് ആണോ, ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഡേറ്റാബേസ് ഫയലാണോ, ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ സ്ട്രക്ചർ ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കണം. ദെൻ ദ പർപ്പസ് ഓഫ് ദി ഫയൽ that is covered under the extension of the file and the very first task in file handling. ഈ ഫയൽ ഉണ്ടാക്കി വെച്ചതിന് ശേഷം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫയൽ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്നും സ്പെസിഫൈ ചെയ്തിരിക്കണം. These things are to be followed. നെക്സ്റ്റ് ഇതിൽ ഓരോന്നായിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫയൽ നെയിം. ഫയൽ നെയിം ഈസ് എ സ്ട്രിംഗ് ഓഫ് ക്യാരക്ടേഴ്സ് that make up a valid file for the operating system. File name for the operating system. അതായത് ഫയൽ നെയിം ഈസ് nothing but a string of characters that make up a valid file name for an OS. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടാണ്. It is a string of characters. It can be a single character or it can be a string of characters actually. That makes a valid file name for the OS. അതായത് ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കുറച്ച് ബേസിക് റൂൾസ് ഉണ്ട്. ചില പർട്ടിക്കുലർ ചില പർട്ടിക്കുലർ നെയിമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫയൽസ് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. ചില പർട്ടിക്കുലർ നെയിം ഉള്ള ഫയൽസ് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. സേ ഫോർ എക്സാമ്പിൾ, if you try to create a folder with the name con or con, I will just show you.
സി ഞാനിവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇൻ വിൻഡോസ് com. It is working fine. But if I create a new folder with name con, C-O-N, as soon as I hit enter, see, the specified device name is invalid. അതായത് CON എന്ന പേര് ഉള്ള ഒരു ഫോൾഡർ നിങ്ങൾക്ക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ഒരു PC-യിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. Because that is a reserved keyword and it cannot be used for creating a folder in Windows. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, സോ അതുപോലെ വാലിഡ് നെയിം ആയിരിക്കണം നമ്മൾ ഫയൽ നെയിമിന് കൊടുക്കേണ്ടത്. ഫയലിന് നെയിമിന് രണ്ട് പാർട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ പ്രൈമറി നെയിം, സെക്കൻഡ് വൺ ഈസ് ദി എക്സ്റ്റൻഷൻ. പ്രൈമറി നെയിം എന്ന് പറയുന്നത് ഇപ്പോൾ ഈസ് ദി ആക്ച്വൽ നെയിം ഓഫ് ദി ഫയൽ. എക്സ്റ്റൻഷൻ ഈസ് നത്തിങ് ബട്ട് ദി ടൈപ്പ് ഓഫ് ദി ഫയൽ. അതായത് ഇപ്പോൾ യു ഹാവ് എ ഫയൽ നെയിംഡ് video.mp4. ഓക്കെ, സോ വീഡിയോ എന്ന് പറയുന്നതാണ് ആ ഫയലിൻ്റെ പേര്. ഡോട്ട് ഈസ് എൻ ഓപ്പറേറ്റർ ഓർ പീരിയഡ് ഓപ്പറേറ്റർ ആൻഡ് ആഫ്റ്റർ ദ ഡോട്ട് വാട്ട് ഈസ് റിട്ടേൺ ഈസ് ദി ഫയൽ എക്സ്റ്റൻഷൻ. അതായത് അത് ഏത് ടൈപ്പ് ഓഫ് ഫയലാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന, ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് അവർ എന്താണ് ഡാറ്റ ടൈപ്സ്. ഒരു ഡാറ്റ വേരിയബിൾ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് വേരിയബിളിൻ്റെ പേര്, അത് ഏത് ടൈപ്പ് വേരിയബിൾ ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഫയലും നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ ഫയലിൻ്റെ പേരും അത് എന്ത് ടൈപ്പ് ഓഫ് ഫയൽ ആണെന്നും നമ്മൾ ഡിഫൈൻ ചെയ്യണം. സോ this is the method of which how you have to എന്താണ് create a file name. Two parts ആണുള്ളത്, രണ്ട് പാർട്സ് ആണുള്ളത്, പ്രൈമറി നെയിം ആൻഡ് എക്സ്റ്റൻഷൻ. എക്സാമ്പിൾ program.c, timetable.txt, video.mp4 and it goes on like that. എന്താണ് s5.pdf, അതെല്ലാം വാലിഡ് ഫയൽ നെയിംസ് ആണ്. ഇനിയുള്ളത് ഡേറ്റ സ്ട്രക്ചർ. Data structure is defined as the file in the library of standard input-output definitions. It is defined as file. So, file handling in use in the data structure is called as file. F-I-L-E, file. ഞാൻ പറഞ്ഞു ഒത്തിരി ഡേറ്റ സ്ട്രക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഫയൽ ഉണ്ട്, സ്റ്റാക്ക് ഉണ്ട്, അതുപോലെ DB ഉണ്ട്, ഡേറ്റാബേസസ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ഡേറ്റാബേസസ് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ C പ്രോഗ്രാമിംഗ് വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് എ ഫയൽ. F-I-L-E, ഫയൽ, വിച്ച് ഈസ് അവൈലബിൾ ഇൻ ദി ലൈബ്രറി ഓഫ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡെഫിനിഷൻസ്. അത് ഓൾറെഡി സ്റ്റാൻഡേർഡ് IO ഫംഗ്ഷൻ ഡെഫിനിഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സോ മറ്റ് സ്ട്രക്ചേഴ്സോ യൂസ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് എൻറ്റയർലി അപ് ടു യു. ബട്ട് ദിസ് ഈസ് ഡിഫൈൻഡ് ആസ് വൺ ഓഫ് ദി ബേസിക് ഡേറ്റ സ്ട്രക്ചേഴ്സ് വിച്ച് ഈസ് ഓൾറെഡി അവൈലബിൾ ഇൻ സ്റ്റാൻഡേർഡ് IO വിത്ത് ഓൾറെഡി അവൈലബിൾ സ്റ്റാൻഡേർഡ് IO ഫംഗ്ഷൻസ്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ്. ഇനി എല്ലാ ഫയൽസും നമുക്ക് ഫയൽ പോയിന്റർ യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സാധാരണ പോയിന്റർ എന്നുള്ളത് നമുക്ക് എന്താണെന്ന് അറിയാം. എ പോയിന്റർ വേരിയബിൾ, എന്താണ് പോയിന്റർ വേരിയബിൾ? പോയിന്റർ വേരിയബിൾ സ്റ്റോർസ് ദി അഡ്രസ് ഓഫ് എ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ. ഫയൽ പോയിന്ററും സെയിം ആണ്. ഇറ്റ് സ്റ്റോർസ് ദി അഡ്രസ് ലൊക്കേഷൻ ഓഫ് എ ഫയൽ, സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് എ പർട്ടിക്കുലർ ഫയൽ. അതാണ് വ്യത്യാസം. ഇനി ഫയൽ പോയിന്റർ ഇസ് എ പോയിന്റർ വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ഹാൻഡ്ലിംഗ് ആൻഡ് കീപ്പിംഗ് ട്രാക്സ് ഓഫ് ഫയൽസ് ബീങ് ആക്സസ്ഡ്. ഇവിടെ നമ്മളൊരു പുതിയ ഡേറ്റ ടൈപ്പ് പഠിക്കുവാണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫയൽ. F-I-L-E, all should be capital. A new data type called file is used to declare a file pointer. Integer ആയിട്ടൊരു num എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ we use int num. char c means c is of data type character. അതുപോലെ if a pointer is to be defined for a file, it should be defined with a data type called as file. Thing to remember is ഈ ഫയൽ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ തന്നെ യൂസ് ചെയ്യണം. Then syntax is file space star file pointer. എന്താണ് നമ്മൾ ഡാറ്റ ടൈപ്പ് സ്പേസ് സ്റ്റാർ വേരിയബിൾ, അതേ ജനറിക് സിൻടാക്സ് തന്നെയാണ്. വളരെ ഡിഫറൻസ് ഇസ് ഡാറ്റ ടൈപ്പ് എന്നുള്ളത് നമ്മളിവിടെ ഫയൽ എന്ന് തന്നെ യൂസ് ചെയ്തിരിക്കണം. എക്സാമ്പിൾ ഈസ് ഫയൽ സ്റ്റാർ FP. ഇനി ഞാൻ പറഞ്ഞു ഒരു ഫയൽ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഓൺലി ബി ഡൺ ബൈ യൂസിങ് എ ഫയൽ പോയിന്റർ. അതായത് ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ മുതലാണ് ഒരു ഫയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ മെമ്മറി ലൊക്കേഷൻ നമുക്ക്
എഫ് പി എന്ന് പറയുന്ന ഫയൽ പോയിന്ററിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താണ് ഈ എഫ് പി എന്ന് പറയുന്ന ഫയൽ പോയിന്ററും നമ്മുടെ ഫയൽ നെയിമും തമ്മിൽ ലിങ്ക് ചെയ്യണം. നമ്മളൊരു ഫയൽ പോയിന്റർ ക്രിയേറ്റ് ചെയ്തു. ഇനി അത് ഏത് ഫയലിനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ ആ ഫയലും നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ പോയിന്ററുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. സോ ദാറ്റ് ലിങ്കിങ് പ്രോസസ് ഈസ് ഡൺ ബൈ യൂസിങ് a function called as fopen. So this is the first file handling function which you are going to study, fopen. Fopen is used for opening a file. Fopen use ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നത് is by using syntax file pointer equals fopen of inside bracket രണ്ട് parameters ആണുള്ളത് അല്ലെങ്കിൽ രണ്ട് arguments ആണുള്ളത്. First one is file name specified in double quotes. Second one is the mode at which the file is to be opened. So fopen എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഫയൽ ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ. ഇത് എങ്ങനെയാണ് സിൻടാക്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫയൽ പോയിന്റർ ഈക്വൽസ് fopen of file name comma mode. File name and mode has to be specified within double quotes. File name can be a valid file name. Mode can be a valid. Mode shall be a valid mode. Modes ne kurichu namakku basic modes I will show it in the coming slides. Example file star fp. So this line defines a file pointer fp. Next line fp equals fopen of new file.txt comma w. So what this line specifies is that ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് ന്യൂ ഫയൽ ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയൽ ഓപ്പൺ ചെയ്യും ഇൻ റൈറ്റ് മോഡ്. W stands for writing. New file.txt will be opened for writing purpose and the starting address location of this new file.txt will be saved in the file pointer fp. ഒന്നുകൂടെ പറയാം. fp equals fopen of new file.txt comma w. What it implies is that it implies two things. First thing is it will open the new file.txt in write only mode. Second thing is ഈ ന്യൂ ഫയൽ ഡോട്ട് ടെക്സ്റ്റിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ലൊക്കേഷൻ എഫ് പി എന്ന് പറയുന്ന ഫയൽ പോയിന്ററിൽ സേവ് ചെയ്യപ്പെടും. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലൈൻ ബിക്കോസ് ദിസ് ലിങ്ക്സ് ദി ഫയൽ ഫ്രം ദി സെക്കൻഡറി മെമ്മറി വിത്ത് യുവർ ഫയൽ പോയിന്റർ. ഈ ലിങ്ക് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം മാത്രമേ നമുക്ക് എന്താണ് ഫയൽ ഓപ്പറേഷൻസ് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി വാട്ട് ഇഫ് you execute this line and what if you don't have new file.txt in your directory? അതായത് ഇതിപ്പോൾ സാധാരണ രീതിയിൽ ഈ ഡയറക്ടറി ഈ പർട്ടിക്കുലർ ഫയൽ നിങ്ങളുടെ സി പ്രോഗ്രാം എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ അവൈലബിൾ ആയിരിക്കണം. ഇല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലൊക്കേഷനിലുള്ള ഒരു ഡയറക്ടറി ഒരു ഫയലാണ് ആക്സസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഈ ന്യൂ ഫയൽ ഡോട്ട് ടെക്സ്റ്റിന് പകരം എൻറ്റയർ ലൊക്കേഷൻ യു ഹാവ് ടു സ്പെസിഫൈ. അതായത് c:/users/ admin/ അങ്ങനെ ആ ഫുൾ ഡയറക്ടറി വിത്ത് ലാസ്റ്റ് ഫയൽ നെയിം അത്രയും നമ്മൾ സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ലൊക്കേഷനുള്ള ഫയലും ഇവിടെ ആക്സസ് ചെയ്യാം. ഇറ്റ്സ് എൻറ്റയർലി അപ് ടു യു. ഫയൽ നെയിം മാത്രം സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദി കമ്പൈലർ വിൽ ലുക്ക് ഫോർ ഫയൽ വിച്ച് ഈസ് there in the directory where the C program is available. അതായത് നമ്മുടെ ഈ C പ്രോഗ്രാം ഏത് ഡയറക്ടറിയിലാണോ ഉള്ളത് ആ ഡയറക്ടറിയിൽ ഈ ഫയൽ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. What if the particular file is not available? If the file does not exist, the set file may be created. You have to see the set file may be created. അതായത് നിങ്ങൾ എന്ത് പേര് കൊടുത്താലും ആ ഫയൽ ഇവിടെ ക്രിയേറ്റ് ആവണമെന്നില്ല. If the file name violates the operating system constraints, then that file will not be created. അങ്ങനെയും സംഭവിക്കാം. So fopen കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ ഒരു പർട്ടിക്കുലർ മോഡിലത്തേക്ക് ഓപ്പൺ ചെയ്യപ്പെടും. ഇനി ഓൾറെഡി ആ ഫയൽ എക്സിസ്റ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ആ പേരിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെടാം. പെടാം. എപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫയൽ നെയിം എന്ന് പറയുന്നത് ഒരു വാലിഡ് ഫയൽ നെയിം ആയിട്ട് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാലിഡ് ഫയൽ നെയിമാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ
ആ ഫയൽ നെയിം പർട്ടിക്കുലർ ഡയറക്ടറിയിൽ ഇല്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യും. Now, after executing these two lines, FP contains the information about the file to be used as the communication link between the system and the program. പ്രോഗ്രാമിലാണ് നമ്മൾ ഡയറക്ഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, സിസ്റ്റത്തിൻ്റെ കീഴിലാണ് ഫയൽസ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഇത് രണ്ടും തമ്മിലുള്ളൊരു വെരി ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആയിട്ടാണ് നമ്മുടെ ഫയൽ പോയിന്റർ ആക്ട് ചെയ്യുന്നത്. These are the various modes of operation for file opening. R opens the file for read only. If the file is opened successfully, it loads it into the memory and sets up the pointer to the first character in it. If unable to open the file, it will return null. അതായത് നമ്മൾ മോഡ് എന്ന് പറയുന്ന R ആണ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫയൽ വിൽ ബി ഓപ്പൺഡ് ഇൻ റീഡ് ഓൺലി മോഡ്. W ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഓൺലി മോഡ്, A ആണെന്നുണ്ടെങ്കിൽ അപ്പെൻഡിങ് മോഡ്. റീഡ് ഓൺലി മോഡ് എന്ന് വെച്ചാൽ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തതിന് ശേഷം പോയിന്റർ, അതായത് ഫയൽ പോയിന്ററിനെ ഏറ്റവും ആദ്യത്തെ ക്യാരക്ടറിന്റെ അഡ്രസ് ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യും. ഇനി ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ എ നൾ വാല്യൂ. W ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദി ഫയൽ വിൽ ബി ഓപ്പൺഡ് ഇൻ റൈറ്റിംഗ് മോഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഫ് ദി ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് ഇറ്റ്സ് കണ്ടന്റ്സ് വിൽ ബി ഓവർ റിട്ടൺ. സി W മോഡിലാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയലാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കണ്ടന്റ് എന്താണോ എക്സിസ്റ്റിംഗ് ഫയലിലെ കണ്ടന്റിനെ ഓവർ റൈറ്റ് ചെയ്യപ്പെടും. സോ ദാറ്റ് യു ഹാവ് ടു കീപ് ഇറ്റ് ഇൻ മൈൻഡ്. വേറാസ് A എന്ന് പറയുന്നത് ഈസ് ഓപ്പണിംഗ് ദി ഫയൽ ഇൻ അപ്പെൻഡിംഗ് മോഡ്. അപ്പെൻഡിംഗ് എന്ന് വെച്ചാൽ appending of data means you have certain data. I will just show you. See, if you already have some data, so a test in a file, right മോഡിലാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അതിനകത്ത് വിപിൻ എന്ന് പറയുന്ന ഒരു അറയാണ് ഇൻപുട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഈസ് ദിസ് ടെസ്റ്റ് വിൽ ബി ഓവർ റിട്ടൺ വിത്ത് വിപിൻ ഇഫ് ദി ഫയൽ മോഡ് സ്പെസിഫൈഡ് ഈസ് W. വേറാസ് ഓൾറെഡി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ അവിടെ ഉണ്ട്, അപ്പൻ മോഡിലാണ് ഓപ്പൺ ചെയ്തിട്ട് വിപിൻ എന്ന് പറയുന്ന ഡേറ്റ സേവ് ആണെങ്കിൽ ദ ഡേറ്റ വിപിൻ വിൽ ബി അപ്പൻഡഡ് ടു ദി എക്സിസ്റ്റിംഗ് ഡേറ്റ. അതായത് എക്സിസ്റ്റിംഗ് ഡേറ്റയുടെ അവസാനം ഞാൻ ഇപ്പോൾ പുതുതായിട്ട് കൊടുക്കുന്ന ഡേറ്റ കൂടെ ആഡ് ചെയ്യപ്പെടും. സോ ദിസ് ടൈപ്പ് ഓഫ് ആഡിങ് ഓഫ് ഡേറ്റ ഇസ് കോൾഡ് ആസ് അപ്പൻഡിങ്. അതായത് ഡേറ്റ ഉള്ള ഡേറ്റയുടെ കൂടെ ചേർക്കപ്പെടുന്നതിന് അപ്പൻഡിങ് എന്ന് പറയും. സോ A ആണ് നമ്മൾ മോഡ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, ആറിലും ഡബ്ല്യൂവിലും when the file is opened, the file pointer will show the first address location, whereas if the mode is set as A, the memory of the pointer, the memory that is available in the pointer will be pointing towards the last character in it. Okay, so that is the difference between W and A മോഡിൽ. സിമിലർലി വി ഹാവ് R+, W+, ആൻഡ് A+. ഇത് എല്ലാ കമ്പൈലേഴ്സിലും അവൈലബിൾ ആണെന്നല്ല. R, W and A are available in all type of compilers, all basic compilers. Whereas R+, W+, and A+ are certain compiler specific ആയിട്ട് നമുക്ക് ചില കമ്പൈലേഴ്സിൽ അവൈലബിൾ ആയി. ചിലതെന്ന് വെച്ചാൽ ഈ മൂന്ന് സാധനവും എന്താണ് ഒരുവിധപ്പെട്ട എല്ലാ കമ്പൈലേഴ്സിലും അവൈലബിൾ ആണ്. ഇനിയും വേറെ ഉണ്ട്, RB, WB അങ്ങനെ കുറേ മോഡ്സ് ഉണ്ട്. അതെല്ലാം എല്ലാ കമ്പൈലേഴ്സിലും അവൈലബിൾ ആവണമെന്നില്ല. സോ R+ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഫയലിനെ ഓപ്പൺ ചെയ്യാനാണ് ആൻഡ് ഫയൽ പോയിന്റർ വിൽ ബി പോയിന്റിംഗ് ടു ദ ബിഗിനിങ് ഓഫ് ദ ഫയൽ. പക്ഷേ R നമുക്ക് റീഡിങ്ങിന് മാത്രമാണെങ്കിൽ R+ വിൽ അലോ ബോത്ത് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. W+ also same as W except for both reading and writing. A+ also except both reading and writing. ഇപ്പോൾ പ്ലസ് കൂടെ വന്നു കഴിഞ്ഞാൽ it will support both reading as well as writing. പക്ഷേ you have to be very careful while using these plus modes because നിങ്ങൾ ചിലപ്പോൾ ഒരു ഫയൽ റീഡ് ചെയ്യാനായിരിക്കും ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ലോജിക്കൽ എറർ കാരണം എന്തെങ്കിലും ഡേറ്റ ഫയലിനകത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ റീഡ് ഓൺലി മോഡിലാണെങ്കിൽ നിങ്ങൾ റൈറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇറ്റ് വിൽ റിട്ടേൺ ആൻ എറർ. സോ യു വിൽ ബി സേവ്ഡ്, യുവർ ഡേറ്റ വിൽ റിമെയിൻ ഇൻടാക്ട്. പക്ഷേ R+ലാണെങ്കിൽ
അബദ്ധത്തിനൊരു ഡേറ്റ നമ്മൾ ഫയലിലേക്ക് റീഡ് ചെയ്യുന്നതിനിടയിൽ റൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ ടാമ്പറിങ് സംഭവിക്കാം. സോ my advice is, unless and otherwise you are very much familiar with data or file operations in C, always use these three modes only, R, W and A. നിങ്ങൾക്ക് എന്നിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഹാൻഡ്ലിംഗ് പ്രോസസ്സ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ then only you go for these advanced modes. Because this plus symbol, even though നമുക്കത് കാണുമ്പോൾ both read and write സപ്പോർട്ട് ചെയ്യാലോ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചാലും there is a trap in between. Because നിങ്ങൾ ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ചിലപ്പോൾ റീഡ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന ഫയലിൽ അബദ്ധവശാൽ എന്തെങ്കിലും റൈറ്റ് ചെയ്താൽ നിങ്ങളുടെ ഡേറ്റ ടാമ്പർ ചെയ്യപ്പെടും. സോ നിങ്ങൾ എത്രയും ഫ്ലുവൻ്റ് ആയതിനു ശേഷം മാത്രം ആവശ്യമുണ്ടെങ്കിലേ R+W+A+ മോഡ്സ് യൂസ് ചെയ്യാവൂ. ദാറ്റ് ഈസ് എ റിക്വസ്റ്റ് ഫ്രം മൈ സൈഡ്. ഇതൊരു കട്ട് ആൻഡ് ത്രൂ റൂൾ ഒന്നുമല്ല, ഇറ്റ്സ് എ സിമ്പിൾ റിക്വസ്റ്റ് ഫ്രം മൈ സൈഡ്. ഒരു ഫയൽ ഓപ്പൺ ചെയ്താൽ പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലോസിംഗ് ആണ്. വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ ആദ്യം വണ്ടി എന്താണ് ഗിയർ ഇട്ട് ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് വണ്ടി ഓടിച്ചു പോകാൻ പഠിക്കും. അതിനുശേഷം നിങ്ങളെ സ്റ്റിയറിംഗ് ബാലൻസ് അല്ല പഠിപ്പിക്കുന്നത്, വണ്ടി നിർത്താനാണ് ആദ്യം പഠിപ്പിക്കുന്നത്. സ്റ്റിയർ ചെയ്ത് പോകുന്നത് പിന്നെ വണ്ടി ഓടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വണ്ടി നിർത്താൻ പഠിച്ചിരിക്കണം. സോ അതുപോലെ തന്നെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ അറിയാമെങ്കിൽ അത് ക്ലോസ് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. സോ നെക്സ്റ്റ് ഓപ്പറേഷൻ വിച്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് റിലേറ്റഡ് ടു ക്ലോസിംഗ് ഓഫ് എ ഫയൽ. ഒരു ഫയൽ എന്തിനാണ് ക്ലോസിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വൈ? ബിക്കോസ് ഇഫ് യു abruptly do not close the file, it may cause data loss issues if the file is already opened in R+W+A+ or W or A mode. അതായത് റൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും മോഡിൽ ഓപ്പണായി കിടക്കുന്ന ഒരു ഫയൽ നിങ്ങൾ ആവശ്യം കഴിഞ്ഞ് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള, അതായത് ഹ്യൂമൻ എറർ കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ബട്ട് ആസ് എവരി വൺ സേസ്, നോ ഹ്യൂമൻ ബീയിങ് ഈസ് പെർഫെക്റ്റ്. ആവശ്യം കഴിഞ്ഞ് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ അൺവാണ്ടഡ് ഡാറ്റ ലോസസ്. സോ ക്ലോസിംഗ് ഓഫ് എ ഫയൽ. Files must be closed as soon as all operations are completed. It prevents accidental misuse. That's the main point. fclose function is used for closing. Syntax is fclose, inside bracket, specify the file pointer. Example, fclose bracket fp. ഇവിടെ ഞാൻ fp എന്ന് പറയുന്ന ഫയൽ പോയിന്റർ വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്ത് ന്യൂ ഫയലുമായിട്ട് ലിങ്ക് ചെയ്ത് ഞാൻ ആവശ്യമുള്ള ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഐ എം യൂസിങ് fclose ബ്രാക്കറ്റിൽ fp. സോ ദിസ് ഫയൽ ഈസ് ക്ലോസ്ഡ് ആൻഡ് ദി ലിങ്ക് വിച്ച് ഈസ് അവൈലബിൾ ബിറ്റ്വീൻ എന്താണ് യുവർ ഫയൽ പോയിന്റർ ആൻഡ് ദി ഫയൽ, ആക്ച്വൽ ഫയൽ വിൽ ബി ഡിസ്ട്രോയിഡ്. ഒരിക്കൽ fclose ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് fopen യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് ആ ഫയലിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. That is a guarantee which you can get from the compiler. So that guarantees the file will be safely closed and prevents accidental misuse. So വണ്ടി ഓടിച്ച് തുടങ്ങാനും പഠിച്ചു, ആക്സിലേറ്ററും പഠിച്ചു, ബ്രേക്കും പഠിച്ചു. ഇനിയുള്ളത് സ്റ്റിയറിംഗ് തിരിക്കുക, ഇൻഡിക്കേറ്റർ ഇടുക, ഹോൺ അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ ഇനി നമുക്കുള്ളത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആണ്. കുറേ ഫങ്ഷൻസ് ഉണ്ട്. fprintf, fscanf, fgets, fputs, getc, putc, getw, putw, അങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ട് getc and putc. These are the simplest input output functions available in C. These are analogous to getchar and putchar. Getchar and putchar എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ my advice is go to the notes which I have given related to string handling functions. String handling functions getchar, putchar, getc, putc ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ നോട്ട്സ് ഓൾറെഡി തന്നിട്ടുള്ളതാണ്. So those who have any doubts regarding that, please go through that notes and get your doubts clarified.
Similar to getchar and putchar, getc and putc also handles one character at a time. അതായത് അറ്റ് എ ടൈം ഒരു ക്യാരക്ടർ മാത്രമേ ഈ ഫങ്ഷൻസിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. getc ഈസ് യൂസ്ഡ് ഫോർ എന്തിനായിരിക്കും? get means you are getting something. Getting from where? Getting from a file. So getc is used for getting some data from the file, and putc is used for inputting some data to the file. getc is for getting some data from the file. putc is for putting some data into the file. As simple as that. ഇത് പഠിച്ച് ഓർത്ത് വയ്ക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡും ഇത് തന്നെയാണ്. getc for getting the data from file, putc for putting the data to the file. Syntax for getc is character variable equals getc of file pointer. Example, char c, ഞാനൊരു character variable define ചെയ്തു. c equals getc of fp1. So what this does is fp1ൽ ഇപ്പോൾ ഏത് ഡേറ്റ അഡ്രസ് ആണോ ഏത് അഡ്രസ് ലൊക്കേഷൻ ആണോ സ്റ്റോർഡ് ആയിട്ടുള്ളത്, ആ അഡ്രസ് ലൊക്കേഷനിലുള്ള ഡേറ്റ സി എന്ന് പറയുന്ന ഡേറ്റ നമ്മുടെ ഫയലിൽ നിന്നും എടുത്ത് സിയിലേക്ക് കോപ്പി ചെയ്യപ്പെടും. So you are getting the data which is available in the location specified by fp1, and the data will be copied to C. Put C means putting data into the file. Syntax is put C inside bracket character variable comma file pointer. See, get C യുടെയും put C യുടെയും syntax വ്യത്യാസമാണ്. That you keep in mind. തിരിഞ്ഞു പോകരുത്. get C എന്ന് പറയുന്നതിന് അതൊരു എടുക്കുന്ന ഡേറ്റ ഒരു റിട്ടേൺ വാല്യൂ ആയിട്ടാണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്, നമുക്ക് കിട്ടുന്നത്. put C യിൽ നമ്മൾ റിട്ടേൺ വാല്യൂസ് നമ്മൾ ബോദർ ചെയ്യുന്നില്ല, ഇല്ല എന്നല്ല, റിട്ടേൺ വാല്യൂസ് ആർ ദെയർ. പക്ഷേ നമ്മൾ put C യിൽ ക്യാരക്ടർ വേരിയബിളും ഫയൽ പോയിന്ററും ഒന്നിച്ച് ആർഗ്യുമെന്റ്സ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുകയാണ് പതിവ്. ഇത് നിങ്ങൾ എന്താണ് കാണാതെ പഠിക്കുകയോ മനസ്സിലാക്കി വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് സിൻടാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വേ ഓഫ് പ്രോപ്പർ വേ ഓഫ് ഡൂയിങ് ദി പ്രോഗ്രാം. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. Example is put C comma fp1. What this, while executing this statement, what is going to happen is C എന്ന് പറയുന്ന ക്യാരക്ടറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ക്യാരക്ടർ വേരിയബിളിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഒരു ഡേറ്റയുണ്ട്. ആ ഡേറ്റയെ fp1 എന്ന് പറയുന്ന ഫയൽ പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്യപ്പെടും. So you are putting the data into the file using put C. Let's just go through a sample program. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. stdio.h മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇൻസൈഡ് ദ മെയിൻ ഫംഗ്ഷൻ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേരിയബിളിനകത്ത് ഞാനൊരു ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനെ ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ആ ഫയലിൽ സ്റ്റോർ ചെയ്യുന്നു. then ആ ഫയലിൽ നിന്നും ഡി എന്ന് പറയുന്ന മറ്റൊരു ക്യാരക്ടറിലേക്ക് വേരിയബിളിലേക്ക് ഡേറ്റ എടുക്കുന്നു. ഇവിടെ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, സി എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടർ വേരിയബിൾസ് ഉണ്ട്, സി ആൻഡ് ഡി. സിയിലേക്ക് ഞാനൊരു ഡേറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു തൽക്കാലം. ആ അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയെ ഞാനൊരു ഫയലിലേക്ക് സേവ് ചെയ്യുന്നു. then from that file I am retrieving the data and storing it in another variable d. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഞാനിവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്താണ് രണ്ട് വേരിയബിൾസ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് ക്യാരക്ടർ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുന്നു, സിയും ഡിയും. ഇൻസൈഡ് സി ഐ ആം ഇനിഷ്യലൈസിങ് ദ ക്യാരക്ടർ വേരിയബിൾ സി വിത്ത് ലെറ്റർ എ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ യൂസ് ചെയ്യാം, പക്ഷേ തിങ് ടു റിമെമ്പർ ഈസ് യു ആർ യൂസിങ് a character, not a string of characters. You are not defining a string of character but a single character. അതുകൊണ്ട് തന്നെ ഒറ്റ ക്യാരക്ടർ മാത്രമേ ഇവിടെ കൊടുക്കുകയും ചെയ്യാവൂ. put C directly handles only single characters. Next thing is file pointer. ഞാൻ പറഞ്ഞു നമുക്കൊരു ഫയലിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ you need to link the file with your program. That process is being done by using a file pointer. File star demo. ഈ ഫയൽ സ്റ്റാർ സ്പേസ് ഡെമോ എന്ന് യൂസ് ചെയ്യാം, ഫയൽ സ്പേസ് സ്റ്റാർ ഡെമോ എന്ന് യൂസ് ചെയ്യാം. ഇറ്റ്സ് എൻറ്റയർലി അപ് ടു യു. അഗെയിൻ ഡസൻറ്റ് മേക്ക് മച്ച് ഓഫ് എ ഡിഫറൻസ്.
So after executing this, what is going to happen is demo എന്ന് പേരുള്ള ഒരു ഫയൽ പോയിന്റർ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് ഫയൽ പോയിന്റർ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. And you have to link the file with the file pointer. We use fopen inside bracket. Fopenന്റെ സിന്റാക്സ് എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫയൽ നെയിം കോമ മോഡ്. നമുക്ക് ആദ്യം ഡേറ്റ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് fopen ഈക്വൽസ് ഞാൻ ഫയൽ നെയിം സ്പെസിഫൈ ചെയ്യുന്നു കോമൺ മോഡ് I am specifying it as W, which is for write. So after executing this statement, what is going to happen is demo എന്ന് പറയുന്ന ഫയൽ പോയിന്ററിലേക്ക് getc underscore putc underscore eg underscore file .txt എന്ന് പറയുന്ന ഒരു ഫയലിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സുമായിട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്യും. Now you can access this file using this file pointer. The link is there. Now what I am doing is putc c comma demo. So whatever is stored in C will be sent to the address location which is available in demo. And എനിക്ക് ആവശ്യമുള്ള പ്രോസസ്സ് കഴിഞ്ഞു. Then I am closing the file using fclose of demo. Once this fclose is encountered, ഇനി നിങ്ങൾക്ക് ഡെമോ എന്ന് പറയുന്ന ഫയൽ പോയിന്റർ യൂസ് ചെയ്ത് ഈ ഫയലിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. Because the file has been closed. Now no operations can be done on this file using this particular file pointer. ഇനി എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ again you have to reopen the file. So next I am going to read the data back. So I am going to open the file in read only mode. ഇതേ syntax, only difference is instead of W I am specifying R. ഇനി ഡേറ്റ ഫയലിൽ നിന്നും എടുക്കുകയാണ്. We are getting the data from the file. So for getting the data from file you use getc. So the syntax is character variable equals getc of file pointer. D equals getc of demo. So after executing this, what will happen is demo എന്ന് പറയുന്ന ഫയൽ പോയിന്റർ ഹോൾഡ് ചെയ്യുന്ന മെമ്മറി അഡ്രസ് ലൊക്കേഷനിൽ എന്ത് ഡേറ്റയാണോ ഉള്ളത് ആ ഡേറ്റ അതുപോലെ ആസ് എ ക്യാരക്ടർ ഇറ്റ് വിൽ ബി taken and copied to D. Remember, it will be copied. അതായത് ഡേറ്റ ഫയലിൽ ഉണ്ടെങ്കിൽ ആ ഡേറ്റ അത് അവിടെ തന്നെ കാണും. ആ പർട്ടിക്കുലർ ഡേറ്റയെ കോപ്പി ചെയ്താണ് ഡിയിലേക്ക് മാറ്റുന്നത്. ഓക്കെ, കട്ട് ആൻഡ് പേസ്റ്റ് അല്ല, കോപ്പി ആൻഡ് പേസ്റ്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. Now വേറൊന്നുമില്ല, കണ്ടന്റ് സ്റ്റോർഡ് ഇൻ ദ വേരിയബിൾ ഡി ഐ ആം ജസ്റ്റ് പ്രിന്റിംഗ്. ആഫ്റ്റർ പ്രിന്റിംഗ് ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. ഐ ആം ക്ലോസിംഗ് ദ ഫയൽ യൂസിങ് fclose. So this is a basic program. Let us see how this works. So this is the program. ഞാൻ നേരത്തെ പ്രസന്റേഷനിൽ കാണിച്ച സെയിം പ്രോഗ്രാമാണ്, യാതൊരു വ്യത്യാസവുമില്ല. Before executing the program, I want to show you something. So this is the file in which എൻ്റെ ഫയലിൻ്റെ പേരെന്ന് പറയുന്നത് getc underscore putc underscore eg. It is getc underscore putc underscore eg. ഇതാണ് എൻ്റെ ഫയൽ നെയിം. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം കുറേ C ഫയൽസും കുറേ exe ഫയൽസും മാത്രമേ നമുക്കിവിടെ. C source files and application files only are there. Side by side it run ചെയ്യാം. So that will make things much more clearer for you. Okay, now I am going to compile the file. Compilation going on. Compilation has succeeded. So compilation succeed ചെയ്തപ്പോൾ compile ചെയ്തുള്ള out file create ചെയ്യപ്പെട്ടു. Then I am running the file. See, ഒന്നുകൂടെ കാണിച്ചു തരാം. Compile and run. When the file is being run, a new file with the name getc underscore putc underscore eg underscore file has been created. ഞാൻ പറഞ്ഞു fopen യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ
it will open the file with the mode specified. If the file is not available, it will create a file. That is what happened. നമുക്കിനി ഈ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ you can see that the letter A has been stored in your file, text file. So this is a very basic example on file handling functions. വേറൊന്നുമല്ല ചെയ്തത്, C എന്ന് പറയുന്ന വേരിയബിളിലുള്ള ഒരു ഡേറ്റയെ നിങ്ങൾ ഫയലിലേക്ക് കോപ്പി ചെയ്തു, എന്നിട്ട് ആ ഫയലിൽ നിന്നും ആ ഡേറ്റയെ തിരിച്ച് D എന്ന് പറയുന്ന മറ്റൊരു വേരിയബിളിലേക്ക് കോപ്പി ചെയ്തു. ബേസിക് ഇൻപുട്ട് ഫയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് functionality has been demonstrated here. Output before program execution getc putc.c മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. When the program is executed, content stored in D will be printed. After the program execution എന്താണ് getc underscore putc underscore eg underscore file.text എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് is created at that location. ഇതിൽ ഡേറ്റ് മോഡിഫൈഡ് പഴയ ഡേറ്റ് കാണാം. Don't worry, because ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത സമയത്തുള്ള ഡേറ്റ് ആൻഡ് ടൈം ആണ്. And the content of the file will be what you have stored. So this is basic function. These are the use of basic functions getc and putc. ഇനി ഞാൻ പറഞ്ഞു getc and putc യൂസ് ചെയ്ത് നമുക്ക് ഒരു ക്യാരക്ടർ മാത്രമേ at a time ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. Now there are certain other things you need to see. The file pointer moves by one character position for every operation of getc and putc. അതായത് getc ഒരു തവണ കോൾ ചെയ്താൽ ഫയൽ പോയിന്റർ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് പോകും. getc എന്ന് വെച്ചാൽ ടു ഗെറ്റ് ദ ഡേറ്റ ഫ്രം ഫയൽ. നമ്മൾ getc വിളിച്ചു കഴിഞ്ഞാൽ കമ്പൈലർ നേരെ ഡേറ്റ ലൊക്കേഷൻ മെമ്മറി ലൊക്കേഷനിൽ പോകുന്നു, അവിടെയുള്ള ഡേറ്റ ഫെച്ച് ചെയ്യുന്നു, എന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഫയൽ പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യപ്പെടും. സെയിം തിങ് ഈസ് ആപ്ലിക്കബിൾ ഫോർ putc ഓൾസോ. സോ നിങ്ങൾ getc എന്ന് പുറകെ getc കമാൻഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള ലെറ്റേഴ്സ് നമുക്ക് പിന്നെയും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എടുത്തുകൊണ്ടേയിരിക്കാം. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് putc യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് പല ലെറ്റേഴ്സ് നമുക്ക് ഫയലിലേക്ക് പാസ് ചെയ്തുകൊണ്ടും ഇരിക്കാം. ഇനി when the end of file is reached, getc will return an end of file marker EOF. അതായത് നമ്മളൊരു ഫയലിൽ നിന്ന് റീഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീഡ് ചെയ്ത് അവസാനം ഫയലിന്റെ എൻഡിലെത്തി. At the end of any particular file, there is an end of file marker which is there. When the getc reaches the end of file, what getc will do is it will return an end of file marker called as EOF. So reading of EOF has to terminate the function call. അതായത് ഒരിക്കൽ എൻഡ് ഓഫ് ഫയൽ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ എന്താണ് getc അല്ലെങ്കിൽ getc ഓപ്പറേഷൻ, അതായത് ഫയലിൽ നിന്നും റീഡ് ചെയ്യുന്ന ഓപ്പറേഷൻ പിന്നെയും ക്യാരി ഔട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം 10 ക്യാരക്ടേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്, 10 എണ്ണം നമ്മൾ എടുത്തു കഴിയുമ്പോൾ എൻഡ് ഓഫ് ഫയൽ മാർക്കർ എത്തിക്കഴിഞ്ഞാൽ 11ാമത്തെ ക്യാരക്ടർ എടുക്കുന്നതിൽ നമുക്ക് യാതൊരു മീനിങ്ങും ഇല്ല. ബിക്കോസ് 11ാമത്തെ ക്യാരക്ടർ വേറെ ഏതെങ്കിലും ഫയലിൻ്റെ ആയിരിക്കാം. സോ അത് നമുക്ക് സ്പെസിഫൈ ചെയ്യാനാണ് എൻഡ് ഓഫ് ഫയൽ മാർക്കർ വിൽ ബി റിട്ടേൺഡ് ബൈ getc. Reading would terminate when an EOF is encountered. EOF ഒരിക്കൽ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ getc യൂസ് ചെയ്തുള്ള റീഡിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് ടെർമിനേറ്റ് ചെയ്യപ്പെടും. സോ ദാറ്റ് നോ ഫർദർ ഡാമേജസ് ക്യാൻ ബി ഡൺ ടു അതർ ഫയൽസ്. ഓക്കെ, now let us go for another sample program using getc and putc only. പക്ഷേ ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് there is a slight mistake. Let me correct it first. Yes, it has been corrected. So നമുക്ക് let us see. എനിക്ക് തോന്നുന്നു ഇതിൽ നോക്കുന്നതിനെക്കാട്ടിയും എളുപ്പം നമുക്ക് ഐഡിയിൽ തന്നെ നോക്കുന്നതാണ്. സോ ദാറ്റ് വിൽ ബി മച്ച് മോർ ക്ലിയർ ഫോർ യു. വലിയ ഡേറ്റ നിങ്ങൾക്ക് കാണാം. സോ ഇവിടെ
I am defining a file pointer fp1 and I am going to perform the operation, the following operation. ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഞാനൊരു ഫയലിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു സ്റ്റോർ എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ബട്ട് ഓൺലി ബൈ യൂസിങ് എന്താണ് putc. സോ ഇവിടെ ഞാനൊരു ക്യാരക്ടർ വേരിയബിൾ ഡിഫൈൻ ചെയ്തു ആൻഡ് ഐ ഹാവ് പ്രിന്റഡ് ഔട്ട് ആൻ ഇൻസ്ട്രക്ഷൻ. ആഫ്റ്റർ ഇൻപുട്ടിംഗ് ദ റിക്വയർഡ് ഡേറ്റ എൻ്റർ 0 ടു സ്റ്റോർ. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡാറ്റ എല്ലാം നിങ്ങൾ സെൻറ്റൻസസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡേറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞു എന്ന് സ്പെസിഫൈ ചെയ്യുന്നതിനായിട്ട് യു മാർക്ക് എ 0 അറ്റ് ദി എൻഡ്. സോ വെൻ ദ 0 ഈസ് എൻകൗണ്ടേർഡ് ദി കമ്പൈലർ വിൽ നോ ദാറ്റ് ഓക്കെ ഡേറ്റ ലിമിറ്റ് ആയി കഴിഞ്ഞു. ആ 0ക്ക് തൊട്ട് മുന്നേ വരെയുള്ള ഡേറ്റയാണ് ഫയലിൽ സ്റ്റോർ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു മാർക്കറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് യൂസ് ചെയ്തേക്കുന്നത്. സോ നെക്സ്റ്റ് ഈസ് ഐ ആം പ്രിന്റിംഗ് ഇൻപുട്ട് ഡേറ്റ. സോ ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു ഈസ് f1 equals fopen of data underscore file1 dot txt and mode is w. So what this will do is this will create and open a file with the file name data underscore file1 dot txt and link it with the file pointer fp1. Now getting the data from the keyboard, while c equals getchar. c equals getchar എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ what will happen is ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള എന്താണ് പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള അല്ലെങ്കിൽ ലൊക്കേഷൻ അല്ല കൺസോൾ വിൻഡോയിലുള്ള ആദ്യത്തെ ഡേറ്റ വിൽ ബി ഫെച്ച്ഡ് ആൻഡ് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ക്യാരക്ടർ c. സോ ഓൾറെഡി ഇത് ഒരിക്കൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് ഇസ് വിൽ ഹാപ്പൻ ഈസ് സിയിലേക്ക് ആദ്യത്തെ ലെറ്റർ സ്റ്റോർ ചെയ്യപ്പെടും ആൻഡ് ഓട്ടോമാറ്റിക്കലി getchar ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കർസർ റൈറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. സോ ദാറ്റ് ഓൺ ദി നെക്സ്റ്റ് ലൂപ്പ് അടുത്ത ലെറ്റർ നെക്സ്റ്റ് ലെറ്റർ ക്യാൻ ബി ടേക്കൺ കെയർ ഓഫ്. ഇനി ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് ഐ എം ചെക്കിംഗ് വെദർ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ആ സി എന്ന് പറയുന്ന ഇപ്പോൾ കിട്ടിയിട്ടുള്ള ക്യാരക്ടർ 0 അല്ലാത്തടത്തോളം കാലം ഐ ആം ഗോയിങ് ടു റൈറ്റ് ദ ഡേറ്റ. സോ സി ഈക്വൽസ് getchar will get the data from the console window. Unless and until it is 0, the loop will be executed, which is putc c comma fp1. So whatever is there in c will be written into fp1. Once putc is successfully called, എന്താണ് fp1ലേക്ക് സിയിലുള്ള കണ്ടന്റ് ആഡ് ചെയ്യുകയും ചെയ്യും. അതുപോലെ fp1 വിൽ ബി ഇൻക്രിമെന്റഡ് ടു ദി നെക്സ്റ്റ് ലൊക്കേഷൻ. സോ ഇത് ഒരു ഫയൽ ലൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് 0 വരുന്നത് വരെ ഈ ലൂപ്പ് ഇങ്ങനെ എന്താണ് ഇത് ചെയ്തുകൊണ്ടേയിരിക്കും, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് until a 0 is reached, each and every character will be stored initially in C, and that particular value which is stored in C will be transferred to the file. Once 0 is encountered, നമ്മുടെ writing process stop ചെയ്യാം. So then loop in exit ചെയ്ത് വെളിയിൽ വരും. Then we have to close the file by using fclose. എന്തിനാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അബ്രപ്റ്റ് ആയിട്ട് അബദ്ധവശാൽ വേറെ ഡേറ്റ ഓവർ റൈറ്റ് ചെയ്യുകയോ അപ്പൻഡ് ചെയ്യപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫയൽ ക്ലോസ് ചെയ്യുന്നത്. സോ ദാറ്റ് ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദിസ് പർട്ടിക്കുലർ ലൈൻ, the link between fp1 and data underscore file1 dot txt will be terminated. ഇത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് fp1 യൂസ് ചെയ്ത് ഈ ഫയലിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. So now you have to print the data. Okay. So for printing also, first you have to open the file. Already close ചെയ്ത ഫയലാണ്, you have to open it. So I am using the same file pointer fp1. fp1 equals fopen of file name space r. R specifies that the file has to be opened in read-only mode. Now reading the data, I am reading C, it as c equals getc of fp1.
getc എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ് ടു get the data from the file. So c equals getc1 of fp, c equals getc of fp1 means whatever address location is there in file pointer, ആ പർട്ടിക്കുലർ അഡ്രസ് ലൊക്കേഷനിലുള്ള ഡാറ്റ സിയിലേക്ക് കോപ്പി ചെയ്യപ്പെടും. കോപ്പി ചെയ്യപ്പെട്ടതിന് ശേഷം ഫയൽ പോയിന്റർ ഇൻക്രിമെന്റ് ആവും. ഇനി അങ്ങനെ കിട്ടുന്ന സി എൻഡ് ഓഫ് ഫയൽ ആകുന്നത് വരെ യു ഹാവ് ടു എന്താണ് എക്സിക്യൂട്ട് ദിസ് ലൂപ്പ് അഗെയിൻ ആൻഡ് അഗെയിൻ. Once you get the C stored, once you get the data stored in C, you simply print the data. എന്താണോ കിട്ടിയത് അത് പ്രിന്റ് ചെയ്യുക. സോ സ്റ്റോർ ചെയ്തേക്കുന്ന ഡാറ്റ ഓരോ ലൈനായിട്ട് എടുത്ത് പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഈ വൈൽ ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ലിമിറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് എൻഡ് ഓഫ് ഫയൽ സ്റ്റോർ ചെയ്യുന്നത് വരെ. ഞാൻ പറഞ്ഞു ഗെറ്റ് സി യൂസ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു ഫയൽ റീഡ് ചെയ്ത് ആ ഫയലിന്റെ അവസാനം എത്തിക്കഴിഞ്ഞാൽ ഗെറ്റ് സി വിൽ റിട്ടേൺ സംതിങ് കോൾഡ് ആസ് എൻ എൻഡ് ഓഫ് ഫയൽ മാർക്കർ വിച്ച് ഈസ് സിംപ്ലി സെഡ് ആസ് EOF, capital E, capital O, capital F. Once the end of file marker is encountered, then getc will automatically stop reading. So end of file കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റീഡ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ once C contains EOF, then you can stop. So C എന്ന് പറയുന്നത് EOF ആകുന്നത് വരെ, നോട്ട് ഈക്വൽ ടു EOF ആണെങ്കിൽ മാത്രം ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒന്നും ഇവിടെ ആവശ്യമില്ല, നോട്ട് ഈക്വൽ ടു തന്നെ യൂസ് ചെയ്യണം. കാരണം ഒരു ഫയലിന് ഒരു എൻഡ് ഓഫ് ഫയൽ മാത്രമേ കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഫയലിന്റെ ആദ്യത്തെ എൻഡ് ഓഫ് ഫയൽ എൻകൗണ്ടർ ചെയ്യുന്നത് വരെ മാത്രമേ നമുക്ക് ആ ഫയൽ റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. So that also you have to keep it in mind. Then I am printing each and every data stored in C. After printing the data, I am closing the file so that the data retrieval is complete. I am closing the file. So ഇതാണ് ഈ ഫയൽ കൊണ്ട് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി let's see how this is being executed. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് ഇവിടെ ഞാനിവിടെ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് data_file1.txt എന്ന് പറയുന്ന ഒരു ഫയലാണ്. ആ ഒരു പർട്ടിക്കുലർ ഫയൽ ഇവിടെ അവൈലബിൾ അല്ല. ഓക്കെ, സോ I am going to execute this, compile and run. Error status. I think there is some linkage issue with this. I will copy this file and create a new. ചില സമയത്ത് ചില IDEs പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. File save as. getc putc to EG. Save. Okay. So second getc putc. First I will compile the file. Just a moment. And രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്തു. First let me compile the file. ഞാൻ അത് ഫോഴ്സ്ഫുള്ളി ഡിലീറ്റ് ചെയ്തു, അതുകൊണ്ട് പിന്നെയും പ്രശ്നമായി. ക്ലീൻ, rebuild all. Again it is causing problems. നമ്മൾ എക്സിക്യൂട്ടബിൾ ഫയൽ അതിൻ്റെ ഔട്ട് ഫയൽ ഫോഴ്സ്ഫുള്ളി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രശ്നം IDEsൽ വരാൻ സാധ്യതയുണ്ട്. Ctrl V. Save as. EG to save. Close. I'll accept this. Okay. So now I am compiling the file. Once the compilation has been successfully completed, the out file, in this case an application file is generated. Then I am going to run the file. See, once
the file running has started. Once this is encountered, compiler will check whether a file with the name data underscore file1 is available or not. Available allenundengil it will be created. ഇപ്പോൾ നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ it's a blank file. Okay. So now I am going to input the data. This is an example for storing multiple characters in file using putc next line and to retrieve those stored multiple characters using getc and enter കൊടുത്തിട്ട് thank you dot. Then ഞാൻ enter ചെയ്ത് കഴിഞ്ഞു എന്ന് specify ചെയ്യാനായിട്ട് I have to put a 0. So whatever is being written will be stored. Let's check. This is an example for storing multiple characters in file using putc and to retrieve those stored multiple characters using getc. Thank you. So whatever I have written is being stored in the file, and after storing the same data has been retrieved also. So this is an example of how you can input or get the output to the file or from the file by using getc and putc. സാധാരണ രീതിയിൽ getcയും putcയും സിംഗിൾ ക്യാരക്ടേഴ്സ് മാത്രമേ ഹാൻഡിൽ ചെയ്യത്തുള്ളൂ. പക്ഷെ അത് യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് എങ്ങനെ ഫയലിലേക്ക് പ്ലേസ് ചെയ്യാം, മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് എങ്ങനെ ഫയലിൽ നിന്നും എടുക്കാം എന്നുള്ളൊരു ഇലുസ്ട്രേഷൻ ആണ് ഈ എക്സാമ്പിൾ. So before the execution only the C file is there. During the execution output window ഞാൻ മറ്റ് വേറൊരു എന്താണ് ഡാറ്റയാണ് കൊടുത്തത്. After execution that file is created and the content is already there. So I think we can wind up the session for today. ഇനിയുള്ള നമുക്ക് getw, putw ഉണ്ട്, printf, scanf ഉണ്ട്, അങ്ങനെയുള്ള ബാക്കി 3-4 ഫങ്ഷൻസ് കൂടെ ഉണ്ട്. Those things we can discuss in the next class. So ഇതുവരെയുള്ളത് കൺസെപ്റ്റ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. It has to be clearly thought out as well, because നിങ്ങളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഫയൽ പോയിന്ററിന്റെ കൺസെപ്റ്റും ഫയൽ എങ്ങനെ fopen യൂസ് ചെയ്യുക, fclose യൂസ് ചെയ്യുക എന്നുള്ള fclose, fopen എന്നീ ഫങ്ഷൻസ് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതും അതെന്താണ് സംഭവിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ എന്നുള്ളതും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ it will create problems on its own as you proceed. So thank you all for watching. See you on the next class. Bye bye.